ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ ദേവി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. വിഷു കഴിഞ്ഞിട്ട് കുറേ ദിവസമായി എന്നൊക്കെ അറിയാം, പക്ഷേ ഇത് നമ്മുടെ റാസൽ ഖേമയിലുള്ള നന്മ അസോസിയേഷൻ നടത്തിയ ഒരു വിഷുക്കണി 2025 എന്ന പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്രാവശ്യം എനിക്കും പങ്കെടുക്കാൻ പറ്റി. സോ 10 മണിക്ക് നല്ലൊരു അടിപൊളി വിഷുക്കണിയോടെ ആട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല കളർഫുള്ളായിട്ടുള്ള അതിഗംഭീര വിഷുക്കണി തന്നെയായിരുന്നു. അതിനുശേഷം ദീപമൊക്കെ തെളിയിച്ചു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടും അതുപോലെ തന്നെ ഉണ്ണിയപ്പമൊക്കെ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം. ഇതായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. വന്നിട്ട് ധാവണിയായിരുന്നു, അമ്മ സ്റ്റിച്ച് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ കുറേ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു ഗ്രൂപ്പ് സോങ്, നമ്മുടെ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നല്ല മലയാളം സോങ്സൊക്കെ പാടി ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു, കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ചെണ്ടയായിരുന്നു. ചെണ്ട ഇവരുടെ മെയിനാണ്. നാദം റാസൽ ഖൈമയുടെ വണ്ടറിലായിരുന്നു ചെണ്ട. അത് ഒരു തുടക്കം എന്ന രീതിയിൽ ചെറിയൊരു നമ്മളൊരു ചെറിയ വെടിക്കെട്ട് എന്ന രീതിയിലാണ് തുടങ്ങിയത്. സോ രാവിലെ അങ്ങനെ അധികം പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈവനിങ് ആയിരുന്നു മെയിനായിട്ടുള്ള പ്രോഗ്രാംസ്. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ലഞ്ചിന് നല്ല അടിപൊളി വിഷു സദ്യ ആയിരുന്നു കേട്ടോ. ചോറ്, മോരുകറി, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി നന്നായി സദ്യ കഴിച്ച് വിത്ത് 2 കൂട്ട് പായസം. പാൽപ്പായസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശർക്കര പായസം ഉണ്ടായിരുന്നു. സേമിയായിരുന്നു പാൽപ്പായസം, ശർക്കര പായസം വന്നിട്ട് അടയായിരുന്നു. സോ എനിക്ക് ശർക്കര പായസമാണ് ഇഷ്ടപ്പെട്ടത്. ഞാനത് പഴം പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു, അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം ഈവനിങ് ആയിരുന്നു കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഒരു 7 മണി 8 മണിയൊക്കെ 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. എല്ലാ കുട്ടികളുടെയും അതുപോലെ തന്നെ വലിയവരുടെയും പ്രോഗ്രാംസ്, അടിപൊളി പ്രോഗ്രാംസ്. പിന്നെ നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സിംഗർ ഫെയിം ആയിട്ടുള്ള ദിശയൊക്കെ ആയിരുന്നു. പിന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഓരോ പ്രോഗ്രാമും ഒന്നിനൊന്ന് മെച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ എത്രത്തോളം എഫേർട്ട് അതിൻ്റെ പിന്നിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എത്ര മാസത്തെ അവരുടെ പെർഫോമൻസിലും പ്രാക്ടീസിൻ്റെ ഒരു ഇതാണ് ഇതിൽ കണ്ടത്. മദർ ഡോട്ടർ കോംബോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫാദർ ഡോട്ടർ കോംബോ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസ് പറയാതിരിക്കാൻ വയ്യ. എല്ലാം നല്ല പവർഫുൾ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി ഡാൻസായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വനിതകളുടെ ഈ ശിങ്കാരിമേള 20 മിനിറ്റിൻ്റെ പ്രോഗ്രാമായിരുന്നു. പക്ഷേ ജസ്റ്റ് വാവ്, അത്രയ്ക്ക് അമേസിങ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. പിന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വലിയവരുടെ ഡാൻസ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോരോ ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഫ്യൂഷനിലൊക്കെ. കോറിയോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം അവർ തന്നെയായിരുന്നു, എല്ലാം അടിപൊളി. ഞാനിങ്ങനെ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും. പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, കപ്പിൾ ഡാൻസ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി പ്രോഗ്രാംസ് ഉണ്ട്. അതുകൂടാതെ ഇവരുടെ ഒരു ഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചെണ്ട, വയലിൻ, പിയാനോ വെച്ചിട്ടൊരു ഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ബാക്കി നിങ്ങൾ കണ്ടു നോക്ക്, ഞാനിങ്ങനെ കൂടുതൽ പറയുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി കാണും, എന്തായാലും ഇഷ്ടപ്പെടും. Thank you.